ചില പള്ളികളിലേക്ക് കയറി ചെന്നാൽ വലിയ ഒരു റാഹത്ത് കിട്ടും. എന്താ കാരണം? ഒന്നുകിൽ നിലവിൽ ദർസ് നടക്കുന്ന പള്ളിയോ അല്ലെങ്കിൽ മുൻകാലത്ത് ദർസ് നടന്നിട്ടുള്ള പള്ളിയോ ആയിരിക്കും. പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ ഒരു പള്ളിയുടെ ഫീലിംഗ് കിട്ടുക. ചില പള്ളികളിലേക്ക് കയറി ചെന്നാൽ ഓഡിറ്റോറിയത്തിൻ്റെ ഫീലിംഗാണ് കിട്ടുക. കുറ്റം പറയല്ലോ കേട്ടോ ഈ പറഞ്ഞൊന്നും. എന്തുകൊണ്ട്? പള്ളികളിൽ ദുആന്റെ ഇജാബത്ത് നഷ്ടപ്പെടാൻ രണ്ട് കാരണമുണ്ടായി. ഒന്നാമത്തേത് ദർസുകൾ ഇല്ലാതെയായി എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പള്ളികൾ എന്ന് പറയുന്നത് സൗകര്യങ്ങൾ എന്നത് ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ എന്ന പേരിൽ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കി തീർത്തു എന്നതാണ്. പള്ളികളോടനുബന്ധിച്ച് നമ്മൾ സൗകര്യം കണ്ട് കുറേ സാധനം ഉണ്ടാക്കും, പക്ഷെ ഒക്കെ അസൗകര്യക്കാരം. ഉദാഹരണം പറയാം, പുതിയ പള്ളികളിലൊക്കെ AC വെക്കും, സൗകര്യമാണ്, ഒരു കുഴപ്പമില്ല. സൗകര്യത്തിന് വേണ്ടി AC വെച്ചിട്ട് ഉള്ള എയർ ഹോളും അടച്ചിട്ടുണ്ടാവും. AC ആണെങ്കിൽ സ്വിച്ച് ഇടൂല്ല. ഇതാണ് അസൗകര്യം. സൗകര്യം എന്ന പേരിലുണ്ടാക്കിയ അസൗകര്യം. വലിയ വലിയ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു ഗേറ്റിൻ്റെ ഒരു പൊളി അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും, മേലെ കുറ്റിൻ്റെ പുറമെ ഒരു കമ്പ്യൂണ്ട് കെട്ടിയിട്ടുണ്ടാവും തുറക്കാതിരിക്കാൻ. പിന്നെന്തിനാപ്പോൾ ആ സാധനം വെച്ചത്? ഗേറ്റ് വെച്ചത് തുറക്കാനാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യും. മുറ്റമാകെ കട്ട വിരിച്ചിട്ട് അവസാനം തുപ്പാൻ നോക്കുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് ഗേറ്റിൻ്റെ അപ്പുറം പോകേണ്ടി വരും. ഇതൊക്കെയാണ് സൗകര്യം എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള അസൗകര്യങ്ങൾ. പണ്ടൊക്കെ ഒരു മനുഷ്യന് ബാത്റൂമിൽ പോകാനും മറക്കിരിക്കാൻ മുട്ടിയാൽ പള്ളിക്കാട്ടിൽ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാമായിരുന്നു. ഇന്ന് പള്ളിക്കാടില്ല. പകരം സൗകര്യം എന്ന നിലയിൽ നമ്മൾ ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മിക്കവാറും ബാത്റൂമുകളൊക്കെ പൂട്ടിട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം എനിക്ക് തുടർച്ചയായിട്ടൊരു അനുഭവം ഉണ്ടായി. ഈ ആഴ്ചയിൽ 3 ദിവസം തുടർച്ചയായിട്ടൊരു അനുഭവം ഉണ്ടായി. മഗ്‌രിബിന് പുതിയ പള്ളിയിൽ നിസ്കരിക്കാൻ, പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ 3 പള്ളിയിലാണ് കഴിഞ്ഞ 3 ദിവസം, ഇന്നലെയല്ല അതിൻ്റെ മുമ്പത്തെ 3 ദിവസം പരിപാടിക്ക് പോയപ്പോൾ നിസ്കരിക്കാൻ കയറിയത്. നല്ല ഉഷാറിൽ പണി കഴിപ്പിച്ച പുതിയ 3 പള്ളി. പുതിയ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, പുതിയ പെയിൻറ്റിങ് ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, ടൈൽസെല്ലാം വിരിച്ചിട്ടുണ്ട്. പക്ഷേ മിഹ്റാബിൽ ജ്വല്ലറിയുടെ പരസ്യത്തിലുള്ള ഒരു വാച്ചാണ് വെച്ചിട്ടുള്ളത്. ഇത്രയും പൈസ ചിലവാക്കിയവർക്ക് ഒരു 1000 റുപ്യേൻ്റെ ക്ലോക്ക് വാങ്ങാൻ കായുണ്ടായില്ലേ? അതിനെന്തിനാണ് ജ്വല്ലറിയുടെ പരസ്യം വെക്കേണ്ട ആവശ്യം? ഒരുപാട് പൈസ ചിലവാക്കിയിട്ട്, കോടികളൊക്കെ ചിലവാക്കിയിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. 1500 റുപ്യാണ് ഒരു ക്ലോക്കിനാകുള്ള വില. അതെന്താ? തരക്കടില്ല, ജ്വല്ലറിക്കാരനാണ് പള്ളിപ്പേണ്ട പകുതി പൈസ എടുത്ത് കഴിച്ചാൽ എന്നാൽ പിന്നെ ഒരു പരസ്യം കടന്നോട്ടെ നോക്കാം. അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പരസ്യത്തിൻ്റെ ആവശ്യം? ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. നല്ല നല്ല സൗകര്യമുള്ള ബാത്റൂമും സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം മൂത്രയിച്ചിട്ട് മനരിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പൈൻറ്റിൻ്റെ അളക്ക് വെച്ചിക്കുക. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. ഇതിനെയാണ് സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കിയ അസൗകര്യം എന്ന് പറയുക. ഇജാബത്ത് നഷ്ടപ്പെടാൻ അതൊരു കാരണമാണ്. സൗകര്യങ്ങൾ. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തതല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇടങ്ങേറ്, മറക്കിരിക്കാൻ സ്ഥലമില്ലാത്തതാണ് വലിയ ഇടങ്ങേറ്. നിസ്കരിക്കാൻ റോഡ് സൈഡിലും പറ്റുമല്ലോ, അതേ സമയത്ത് മറക്കിരിക്കാൻ റോഡ് സൈഡ് പറ്റൂലല്ലോ. അതിൻ്റെ സൗകര്യമുള്ളിടത്തല്ലേ പറ്റുള്ളൂ. നല്ല 8 ബാത്റൂം ഉണ്ടാക്കിയിട്ട് 8 എണ്ണത്തിനും ഗോദ്രാജിൻ്റെ പൂട്ടിട്ടാൽ പിന്നെ എങ്ങനെ ഇജാബത്തിട്ടുക? മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ കാണാത്തവൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹു ഒരിക്കലും കാണുകയില്ലെന്നാണ്. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരാമെന്നേ ഉള്ളൂ. പള്ളികൾക്കൊരു ഇസ്സത്താണ് എപ്പോഴും പള്ളിയിലൊരു ദർസ് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. ചെറുതെങ്കിലുമായൊരു ദർസ് അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചെറുതെങ്കിലും ആവുന്ന ഒരു ദർസ് എന്ന് പറഞ്ഞത്. പക്ഷെ ദർസിൻ്റെയും പള്ളിയുടെയും ഹുറുമത്തുകൾ പാലിക്കണം. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു പെരയറ്റാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുമ്പോൾ പള്ളി മദ്രസയ്ക്ക് അടുത്തുണ്ടോയെന്ന് അന്വേഷിക്കുക. സത്യത്തിൽ പള്ളി മദ്രസ അടുത്തുണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ അതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പള്ളിയും മദ്രസയും വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയുടെയും മദ്രസയുടെയും അടുത്ത് വീടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ബാധ്യതയുണ്ട്. അത് പള്ളിയുമായി ബന്ധപ്പെട്ട ചില ബാധ്യതകളാണ്.
എന്താ പള്ളിയുമായി ബന്ധപ്പെട്ട ബാധ്യത? പള്ളിയിൽ വരുന്ന യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ബാധ്യത. അതിന് തയ്യാറുള്ളവരായിരിക്കണമെന്നതാണ്. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് താമസിക്കൽ നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഹുറുമത്തുകൾ പാലിക്കണം. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. വഴിവക്കിൽ പോയിരിക്കൽ നല്ലതല്ല, നല്ലതാകും വഴിയുടെ ഹുറുമത്തുകൾ പാലിച്ചാൽ. അങ്ങാടിയിൽ പോകൽ പൊതുവെ നല്ലതല്ല, നന്നാവും അങ്ങാടിയുടെ ഹുറുമത്ത് പാലിച്ചാൽ. സലാം പറയാൻ വേണ്ടി മാത്രമായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടക്കാറുണ്ടായിരുന്നു എന്നാണ്. കാണുന്നവരോടൊക്കെ ഇങ്ങനെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കും, സലാം പറയാനായിട്ട് മാർക്കറ്റിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള 10 ആളുകളിൽ ആദ്യത്തെ 2 ഒന്ന് ആലിമും ഒന്ന് മുതഅല്ലിമുമാണ്. മൂന്നാമത്തേത് സൽസ്വഭാവിയാണ്. നാലാമത്തേത് യതീമാണ്. ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള 10 ആൾക്കാർ. അഞ്ചാമത്തേത് സൽസ്വഭാവി. ഒന്നാമത്തേത് ദുആഉ അശ്രിൽ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദഉ ലാ അലിമൻ ഫീ ദീനിനാ. ഒന്ന് ആലിമ്. വഉദ്ദഖില്ലി റാബിയൻ നൈതാമ ഖാമിസുഹൽ മാരിദുകും മുഹ്തമിമ. 2 മുതഅല്ലിമാണ്. മൂന്നാമത്തേത് സൽസ്വഭാവിയാണ്. നാലാമത്തേത് യതീമാണ്. അഞ്ചാമത്തേത് രോഗിയാണ്. രോഗികളുടെ ദുആക്ക് പ്രത്യേകമായി ഇജാബത്തുണ്ടാവുന്നതാണ്. ആറാമത്തേത് യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവനാകുന്നു. ഏഴാമത്തേത് മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്യുന്നവനാണ്. എട്ടാമത്തേത് നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുന്നവനും. ഒമ്പതാമത്തേത് ഖുർആൻ പാരായണം കഴിഞ്ഞ് ദുആ ചെയ്യുന്നവനും. പത്താമത്തേത് ദുആഇൻ്റെ മുമ്പ് സ്വതക്കയെ മുന്തിക്കുന്നവനുമാകുന്നു. അപ്പോൾ 1ഉം 2ഉം ആലിമും മുതഅല്ലിമുമാണ് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ അഹ്ലുകാർക്ക് വലിയ ഫളായിലുകളുണ്ട്. ആ ഫളായിലുകളെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും ദർസിനോട് നല്ല സമീപനം ഉണ്ടാവുകയും വേണം. ഏത് കാലം നമ്മൾ പരിശോധിച്ചാലും ദീനുൽ ഇസ്ലാമിന് ശക്തി പകർന്നിട്ടുള്ളത് ദർസിൻ്റെ സന്തതികളാണെന്ന് കാണാം. ഇസ്ലാമിന് വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ചവർ, ബുദ്ധിപരമായി അതിനെ നേരിട്ടവർ, സംവാദങ്ങൾ നടത്തിയവർ, ഭൗതികന്മാർക്കിടയിൽ ഇസ്ലാമിനെ മഹത്വമായി അവതരിപ്പിക്കുന്ന ആളുകൾ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ ദർസിൻ്റെ സന്തതികളായിരിക്കും. കാരണം ദർസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പരിശീലനവും ഒരു ഇസ്സത്തുമൊക്കെയുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ സിയ്യ് വളരെ പ്രധാനമാണ്. ആലിമിൻ്റെ സിയ്യ് അംഗീകരിക്കപ്പെടാവുന്ന സിയ്യാണ്.